ഇലക്ഷൻ വരുന്നതിന് മുന്നേ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള അവരവരുടെ കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. പന്തലിടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇലക്ഷന് മുമ്പ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, KPCC ഓഫീസിന് മുന്നിൽ പന്തലിടുന്ന പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായി മാത്രം ഉണ്ടാകുക എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. സ്മൃതി, ഇതൊരു വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ UDF-ന്റെ കോൺഫിഡൻസ് ഇത്രത്തോളം എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ്. അതിനവർ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ന്യൂനപക്ഷ ബെൽറ്റുകളിലുള്ള വലിയ പോളിംഗ് ശതമാനമാണ്. മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗാണ്. രാവിലെ മുതൽ തന്നെ കണ്ട വലിയ പോളിംഗ് ആ ഒഴുക്കിൻ്റെ സൂചനയായിട്ട് പറയുന്നു. ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ കെട്ടുറപ്പോടുകൂടിയുള്ള കേഡർ സംവിധാനത്തോടു കൂടിയുള്ള പ്രവർത്തനം അത് മലപ്പുറത്ത് മാത്രമല്ല, കരുനാഗപ്പള്ളിയിൽ, ആലുവയിൽ, ഇവിടെ കളമശ്ശേരിയിൽ അടക്കം അത് പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ UDF-ന്റെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണോ? ഇത് ഈ ന്യൂനപക്ഷ വോട്ടിന്റെ ഏകീകരണം എന്ന പ്രയോഗം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ നേടിയിരുന്നു. അത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ അത് നിന്നുപോയിരുന്നു. അത് VD സതീശൻ അത് പുനരാരംഭിച്ചു. അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണല്ലോ പറയുക. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ഘട്ടത്തിൽ CPM നന്നായി നടത്തിയിരുന്നു. സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മുടങ്ങിപ്പോയ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായി നടപ്പാക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് ക്രിസ്ത്യൻ സമുദായ സഭാ അംഗങ്ങളെ കണ്ട്, സഭാ നേതൃത്വങ്ങളെ കണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലീഗുമായി ഉണ്ടായിരുന്ന ഒരു അകൽച്ച, ലീഗ് PK കുഞ്ഞാലിക്കൊപ്പം ഉള്ള നേതാവാണോ എന്നുള്ളൊരു തോന്നൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണ് തങ്ങളടക്കമുള്ളവർക്ക് ആ ഒരു ഐക്യം വന്നിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലബാറിൽ എന്ന് പറയുന്നത്, പക്ഷേ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 70 മുതൽ 80 വരെ മണ്ഡലങ്ങളിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രധാന ഘടകമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം അഥവാ പിണറായി വിരുദ്ധ വികാരം പ്ലസ് ന്യൂനപക്ഷ വോട്ടുകൾ, നഷ്ടപ്പെട്ടു പോയ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അതൊരു ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. അപ്പുറത്ത് ഭൂരിപക്ഷ വോട്ടുകളാണെങ്കിലോ അത് പൂർണ്ണമായും ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ അവകാശപ്പെടാൻ പറ്റില്ല. അതിലൊരു ഭാഗം നേടിയെടുക്കുക. എപ്പോഴും നിർണായകമായ നിഷ്പക്ഷ വോട്ടുകൾ, ആ നിഷ്പക്ഷ വോട്ടുകളിലേക്ക് ഈ വിഷയങ്ങൾ കൂടി കടന്നില്ല. നമുക്ക് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ന്യൂനപക്ഷ ഏകീകരണത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല, പോസിറ്റീവായ കാര്യങ്ങൾ കൂടി അവരിലേക്ക് കടന്നു ചെല്ലുന്ന പല രൂപത്തിലാണ്, അല്ലേ?